എന്തിനാ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടണേ? പേടിക്കാതിരിക്കൂ. നീ ആഗ്രഹിക്കുന്നത് പോലെ ആ ചെറുപ്പക്കാരൻ നിന്റെ അടുത്തേക്ക് തന്നെ വന്നു ചേരും. ദേവി അത് സാധിച്ചു തരുമെന്നേ. അഘോര മന്ത്രങ്ങളാൽ അകത്തേക്ക് കടക്കാനുള്ള വഴി നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അല്ലേ? ആഹാ, നീ വന്നല്ലോ മായാജാലക്കാരി. എന്തേ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ലേ നിനക്ക്? നീ മത്സരിക്കുന്നത് തമോശക്തിയുടെ മൂർത്തിഭാവമായ ഉഗ്രസേന അഘോരയോടാണെന്ന് നീ മറന്നുവല്ലേ? ഭക്തർക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ദേവവംശം കലർന്ന ക്ഷേത്ര സന്നിധിയാണെന്ന് കരുതിയോ നീ? എന്നാൽ ഘോരയുടെ സാമ്രാജ്യത്തിലേക്ക് അങ്ങനെ കണ്ണിൽ കണ്ടവർക്ക് വന്ന് കേറാൻ പറ്റില്ല. ഘോരയ്ക്ക് വേണ്ടുന്നവരെ മാത്രം, അവരെ മാത്രമേ ഈ ഉഗ്രസേന അഘോര ഇവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അത് സൂക്ഷിക്കാനാണെങ്കിലും സംരക്ഷിക്കാനാണെങ്കിലും. പിന്നെ എന്നെ തളർത്താനും തടുക്കാനും പല വഴികളും നീ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വിധി നടപ്പാക്കാൻ തക്ഷകനായി ചെന്ന് പരീക്ഷിത്ത് രാജാവിനെ കൊന്ന കഥയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മാതിരി മായാജാലങ്ങളൊന്നും ഈ ഉഗ്രസേന അഘോരയുടെ മുന്നിൽ ഏശില്ല. നീ പറഞ്ഞത് വാസ്തവം. പരീക്ഷത്തിന്റെ വിധിയായിരുന്നു തക്ഷകനായി രൂപാന്തരം കൊണ്ടത്. അത് പരീക്ഷത്തിന്റെ കർമ്മഫലമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടണം എന്ന് നിനക്കറിയില്ലേ? നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നിനക്ക് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. വേണ്ട, ഇവിടെ എന്റെ സാമ്രാജ്യമാണ്. ഒരു സച്ചിന്തകൾക്കും ഇവിടെ സ്ഥാനമില്ല. തമോശക്തിയുടെ അധികാര കേന്ദ്രമായ ഇവിടേക്ക് നിനക്ക് യാതൊരു കാരണവശാലും പ്രവേശനം ഈ ഘോര അനുവദിക്കുന്നതല്ല. നിന്റെ ഭക്തയായ മിണ്ടാപ്പെണ്ണിനെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്ന് തടയാമെങ്കിൽ നീ തടയ. ഞാൻ തീരുമാനിച്ച ആളെ കൊണ്ട് അവളുടെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിക്കണമോ, അതോ അവൾക്ക് വേണ്ടി പ്രാണൻ പോലും ത്യജിക്കാൻ വന്ന ഒരുത്തന്റെ പ്രാണൻ പകരമായി വേണോ? അത് അവൾ തീരുമാനിക്കട്ടെ. നിനക്കതിൽ കാര്യമില്ല. അതുകൊണ്ട് ഇനിയും ഒരു അംഗത്തിന് നിൽക്കാതെ കോളം വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലത്. വയ്ക്കാം.
ഏയ്!